യുഎയിൽ നിന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രോ ഒരു ദിർഹം മാത്രം ചെലവാക്കി 1 കിലോ ഗോൾഡ് വരെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റും മഹസൂസും താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നിങ്ങൾ പകരമായിട്ട് ഏതെങ്കിലും ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ ഡ്രോ വരുന്നുണ്ട്. യുഎയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിർഹം മുതലാണ് ടിക്കറ്റ് പ്രൈസ്. അതായത് നിങ്ങൾ ഒരു ദിർഹം മാത്രം ചെലവാക്കി 1 കിലോ ഗോൾഡ് വരെ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നാട്ടിലെ 62 ലക്ഷത്തിന് മുകളിലാണ് ഒരു കിലോ ഗോൾഡിന്റെ പ്രൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നാഷണൽ ഡ്രോയെ കുറിച്ചിട്ടാണ്. മെയ് 5-ാം തീയതിയാണ് ഈ ഡ്രോ ലോഞ്ച് ആവുന്നത്. മെയ് 5-ാം തീയതി രാത്രി 7 മണിക്കായിരിക്കും ആദ്യ ഡ്രോയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുക. നിങ്ങൾക്ക് 4 രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡെയിലി ത്രില്ല്, രണ്ടാമത് വീക്ക്ലി ബൂസ്റ്റർ, മൂന്നാമത്തത് മന്ത്ലി ബമ്പർ, നാലാമത്തത് നിങ്ങൾ 360 ദിനം കൊടുത്ത് റാഫൽ ഐഡി പർച്ചേസ് ചെയ്യുകയാണ് വേണ്ടത്. 12 റാഫൽ ഐഡി ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 423 ഡ്രോയിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ഒരു ദിർഹം മാത്രം ചെലവാക്കി ഡെയിലി ത്രില്ലിലേക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു റാഫൽ ഐഡി ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒരൊറ്റ ഡ്രോയിലേക്ക് മാത്രമാണ് നിങ്ങളെ ഭാഗ്യം പരീക്ഷിക്കപ്പെടുക. ഇനി നിങ്ങൾ വീക്ക്ലി ബൂസ്റ്ററിലേക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു റാഫൽ ഐഡി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷേ 8 തവണ നിങ്ങളെ ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്നതാണ്. ആ ആഴ്ചയുള്ള എല്ലാ ഡെയിലി ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കും. അതോടൊപ്പം തന്നെ വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി നിങ്ങൾ 30 ദിർഹം ചെലവാക്കി മന്ത്ലി ബമ്പർ ഡ്രോയിലേക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു റാഫൽ ഐഡി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷേ 35 തവണ നിങ്ങളെ ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്നതാണ്. അതായത് 30 ഡെയിലി ത്രിൽ ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടും. അതോടൊപ്പം തന്നെ വീക്ക്ലി ബൂസ്റ്റർ 4 തവണയാണ് ഉണ്ടാവുക. ആ 4 വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടും. പിന്നെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന മന്ത്ലി ബമ്പർ ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി നിങ്ങൾ 360 ദിർഹം കൊടുത്തിട്ടാണ് ഈ ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. നാഷണൽ ഡ്രോയുടെ എല്ലാ ഡ്രോയിലേക്കും നിങ്ങൾക്ക് എൻട്രി ലഭിക്കുന്നതാണ്. 423 തവണ നിങ്ങളെ ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്നതാണ്. ഡെയിലി ത്രിൽ ഡ്രോയിൽ എത്ര ഡ്രോ നടക്കുന്നുണ്ടോ ആ ഡ്രോയിലേക്കൊക്കെ നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടും. നിങ്ങൾക്ക് 12 റാഫൽ ഐഡി ആണ് ലഭിക്കുക. ഓരോ മാസവും ഓരോ റാഫൽ ഐഡി ആയിരിക്കും. ഇനി എത്ര വീക്ക്ലി ബൂസ്റ്റർ ഡ്രോ ഉണ്ടോ അതിലേക്കൊക്കെ നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി എത്ര മന്ത്ലി ബമ്പർ ഡ്രോ ആണുള്ളത് ആ ഡ്രോയിലേക്കൊക്കെ നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം നടക്കുന്ന 1 കിലോ ഗോൾഡ് ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐഡി പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 360 ദിർഹം കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് നല്ലത്. കാരണം എല്ലാ ഡ്രോയിലേക്കും നിങ്ങൾക്ക് എൻട്രി ലഭിക്കുന്നതാണ്. 423 ഡ്രോയിലേക്കുള്ള എൻട്രി ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരുടെ പ്രൈസ് ഓരോ മാസം കഴിയുന്നോറും ഇൻക്രീസ് ആവുന്നതാണ്. അതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി ഗൂഗിളിലേക്ക് വന്ന് nationaldraw.com എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അവൈലബിൾ ആണ്. അതായത് എങ്ങനെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, പ്രൈസ് ഡീറ്റെയിൽസ്, അതുപോലെ റാഫൽ റൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിർഹം ചെലവാക്കി ഡെയിലി ത്രിൽ ഡ്രോയിലേക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യ മാസം 2 ഗ്രാം ഗോൾഡ് ആണ് ഒരു ദിവസം വിൻ ചെയ്യാൻ പറ്റുക. ഒരു ദിവസം ഒരു വിന്നർ ആണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ മാസത്തിലേക്ക് വരുന്ന സമയത്ത് 4 ഗ്രാം ഗോൾഡ് ആയി മാറിയിട്ടുണ്ട്. പെർ ഡേ ഒരു വിന്നർ ആണ് ഉണ്ടാവുക. ഇതേ രീതിയിൽ ഓരോ മാസവും നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഗ്രാം ഗോൾഡ്, 6 ഗ്രാം ഗോൾഡ്, 8 ഗ്രാം ഗോൾഡ്, ഇങ്ങനെ അവർ ഓരോ മാസവും ഗോൾഡിന്റെ തൂക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി അവസാന മാസം അതായത് 12ാമത്തെ മാസം വരുന്ന സമയത്ത് 24 ഗ്രാം ഗോൾഡ് ആണ് പെർ ഡേ ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുക. ഇതേ രീതിയിൽ തന്നെ വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിലും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓരോ വീക്ക്ലി ഡ്രോയിലും ഒരു വിന്നർ ആണ് ഉണ്ടാവുക. ആദ്യത്തെ ആഴ്ച 10 ഗ്രാം ഗോൾഡ് ആണ് വിൻ ചെയ്യാൻ പറ്റുക. ഇനി 14ാമത്തെ ദിവസം അതായത് രണ്ടാമത്തെ ആഴ്ച നടക്കുന്ന വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിൽ 12 ഗ്രാം ഗോൾഡ് ആണ് വിൻ ചെയ്യാൻ പറ്റുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 14 ഗ്രാം, 16 ഗ്രാം, 18 ഗ്രാം, 20 ഗ്രാം, 22 ഗ്രാം, 24 ഗ്രാം ഗോൾഡ്. ഈ രീതിയിൽ ഓരോ മാസവും ഓരോ ആഴ്ചയിലും പ്രൈസ് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 11ാം മാസം 322ാമത്തെ ദിവസം നടക്കുന്ന വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിൽ അവർ 100 ഗ്രാം ഗോൾഡ് ആണ് വിന്നിംഗ് പ്രൈസ് ആയിട്ട് നൽകുക. അതിനുശേഷം നടക്കുന്ന എല്ലാ ഡ്രോയിലും 100 ഗ്രാം ഗോൾഡ് ആണ് വിന്നേഴ്സിന് ലഭിക്കുക.
അതായത് വീക്ക്ലി ബൂസ്റ്റർ ഡ്രോയിൽ 10 ഗ്രാം ഗോൾഡ് മുതൽ 100 ഗ്രാം ഗോൾഡ് വരെയാണ് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. ഇനി മന്ത്ലി ബമ്പർ ഡ്രോയിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ മാസം 25 ഗ്രാം ഗോൾഡ് ആണ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുക. ഒരു മാസം ഒരു വിന്നർ ആണ് ഉണ്ടാവുക. രണ്ടാമത്തെ മാസത്തിലേക്ക് വരുന്ന സമയത്ത് 50 ഗ്രാം ഗോൾഡ് ആണ് വിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. മൂന്നാമത്തെ മാസത്തിലേക്ക് വരുന്ന സമയത്ത് 100 ഗ്രാം ഗോൾഡ് ആയിട്ട് മാറും. ഇതേ രീതിയിൽ ഓരോ മാസവും പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. പിന്നീട് അവസാനത്തെ മാസം അതായത് 12ാമത്തെ മാസം നടക്കുന്ന മന്ത്ലി ബമ്പർ ഡ്രോയിൽ 1 കിലോ ഗോൾഡ് ആണ് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. 360 ദിനം കൊടുത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ ഡ്രോയിലേക്കും നിങ്ങളെ റാഫൽ ഐ ഡി പരിഗണിക്കപ്പെടുന്നതാണ്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇനി അടുത്തതായിട്ട് ഇതിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി മുകളിൽ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഐ ഡിയിലുള്ള ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാൻഡേറ്ററി ആണ്. കൃത്യമായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ നെയിം അടിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഐ ഡിയിലുള്ള പേര് അടിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് റെസിഡൻസ് ഇപ്പൊ നിലവിൽ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യം സെലക്ട് ചെയ്യുക. ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ യു എയിലുള്ള ആളാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് UAE കോഡ് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ് ചോദിക്കുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് തന്നെ കൊടുക്കുക. ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഇമെയിൽ ത്രൂ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ അടിച്ച് കൊടുക്കുക. പിന്നെ പാസ്വേഡ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അടിച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഒന്നുകിൽ വാട്സപ്പിലേക്കാണ് വരിക, അതല്ലെങ്കിൽ SMS ത്രൂ ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും വെരിഫൈഡ് സക്സസ്ഫുള്ളി, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റാഫൽ ഐ ഡി പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കുന്നത്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 ദിർഹത്തിന്റെ ഡെയിലി ത്രിൽ, അതുപോലെ തന്നെ 7 ദിർഹത്തിന്റെ വീക്ക്ലി ബൂസ്റ്റർ, 30 ദിർഹത്തിന്റെ മന്ത്ലി ബമ്പർ ഡ്രോ, അതുപോലെ തന്നെ 360 ദിർഹത്തിന്റെ 1 കിലോ ഗോൾഡ് വിൻ ചെയ്യാനുള്ള ഡ്രോയിലേക്കുള്ള ടിക്കറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ 1 ദിർഹത്തിന്റെ ഡ്രോയിലേക്കുള്ള ടിക്കറ്റ് ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ഒന്നിലധികം ടിക്കറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന റാഫൽ ഐ ഡിയിൽ പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ബൈനോയിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 24 ഗ്രാം ഗോൾഡ് വരെ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഇവിടെ ബൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 ദിർഹമാണ് പേ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ ബില്ലിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെയാണ് കാണുന്നത്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒന്നുകിൽ വാലറ്റ് ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കാർഡ് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാർഡിന് മുകളിലുള്ള കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും അടിച്ചു കൊടുക്കുക. CVV നമ്പർ കാർഡിന്റെ പുറകു വശത്തുള്ള 3 അക്ക നമ്പറാണ്, അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന മേക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡിഡക്ട് ആകും. അതിനുശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ്. അതായത് 1 ദിർഹത്തിന്റെ ഡെയിലി ത്രിൽ ഡ്രോയിലേക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ 1 റാഫൽ ഐ ഡി ആണ് ലഭിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ 360 ദിർഹം കൊടുത്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ 12 റാഫൽ ഐ ഡി ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നാഷണൽ ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റും. വീക്ക്ലി ബൂസ്റ്റർ, മന്ത്ലി ബമ്പർ, അതുപോലെ തന്നെ 360 ദിർഹം കൊടുത്ത് 423 ഡ്രോയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി പറയാണ്, UAE നിന്നുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിജയ സാധ്യതയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോ ആണ് ഇത്. 1 ദിർഹം മാത്രം ചെലവാക്കി 1 കിലോ ഗോൾഡ് വരെ വിൻ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്കുള്ളത്. മെയ് 5-ാം തീയതിയാണ് ഇതിന്റെ ഫസ്റ്റ് ഡ്രോ. അന്ന് മുതൽ ഡെയിലി ത്രിൽ ഡ്രോ എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം വീക്ക്ലി ബൂസ്റ്റർ, മന്ത്ലി ബമ്പർ ഡ്രോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ വെബ്സൈറ്റിലേക്ക് വന്ന് അവരുടെ പ്രൈസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് പ്രൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേ രീതിയിൽ തന്നെ റാഫൽ റൂൾസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റാഫൽ റൂൾസിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ നിലവിൽ ബിറ്റ് ടിക്കറ്റ് മഹസൂസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഡ്രോയിൽ പങ്കെടുത്ത് നിങ്ങളെ ഭാഗ്യം പരീക്ഷിക്കാൻ നോക്കുക. കിടിലൻ അവസരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് കമന്റ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.